ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, പൊതുവച്ചാടന അനുഭവ പാഠങ്ങളുടെ 4ാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവിൻ്റെ ഇച്ഛായൻ മരിച്ചടക്കിന് വേണ്ടി കയ്യൂര് പള്ളിയിൽ ഞാൻ ചേർന്നപ്പോൾ അവിടെ ഒത്തിരി പിതാക്കന്മാർ ആ ശുശ്രൂഷ സംബന്ധിക്കാൻ എത്തിയിരുന്നു. എന്നെ അടുത്തറിയാവുന്ന ഒരു കൊച്ചു പിതാവ് എന്നെ കണ്ടപ്പോൾ സന്തോഷത്തിനൊന്നും വേണ്ടിയിട്ട് അപ്പുറത്ത് നിന്ന് അത്ര പരിചയമില്ലാത്തൊരു പിതാവിനെ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, പിതാവേ, ഇത് എൻ്റെ അച്ഛനാണ്, അച്ഛൻ പിശാചിനെ പിടിക്കുന്ന അച്ഛനാണ്. അപ്പോൾ ഞാൻ ചിരിച്ച് കേട്ട് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, പിതാവേ, പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ പിശാചിനെ പിടിക്കാറില്ല. പിശാചിനെ പിടിക്കുകയല്ല, നമ്മൾ പിശാചിനെ ഇറക്കി വിടുക ചെയ്യുന്നത്. അപ്പോൾ പിതാവിൻ്റെ ഒന്ന് പെട്ടെന്ന് ചിന്തിച്ചിട്ട് ശരിയാണല്ലോ എന്ന് പറഞ്ഞു. നമുക്ക് പലപ്പോഴും ഒരു ചിന്തയുണ്ട് പിശാചിനെ പിടിക്കുന്നതിനെ കുറിച്ച്. പലാരൂപതയുടെ ബൈബിൾ കൺവെൻഷനിൽ വേത്താനത്ത് മോൺസിഞ്ഞോർ അച്ഛന് മൗണ്ടിനെ പറ്റി ശുശ്രൂഷയെ പറ്റി പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വാടയാരിക്കരച്ഛൻ പിശാചിനെ പിടിക്കുന്ന അച്ഛനാണെന്നാണ് പലരും പറയുന്നത്. പലരും ചിന്തിക്കുന്നത് കൊണ്ടൊരു അകൽച്ച പോലെ പലർക്കും കൊണ്ട് അങ്ങനെ വേണ്ട എന്നച്ഛൻ പറയുകയാണ്. ഈ പിശാചിനെ പിടിക്കുക എന്ന് പറയുന്നത് പിശാചിനെ ഇറക്കി വിടുന്നതിനാണ് രണ്ട് കാര്യമാണ്. പിശാചിനെ പിടിക്കുക എന്നുള്ള ആശയം എന്തുകൊണ്ട് ആ ചിന്ത എവിടുന്നാണ് വന്നത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. അക്രൈസ്തവ മേഖലയിൽ പൈശാചിക പീഡയ്ക്കിരയായിരിക്കുന്ന ഒരു വ്യക്തിയെയോ ഒരു വീടിനെയോ ഒരു പറമ്പിനെയോ ഒക്കെ സഹായിക്കാനായിട്ട് ദയനീയമായ സാഹചര്യത്തിൽ സഹായിക്കേണ്ടി വരുമ്പോൾ അതിനായിട്ട് ഒരുപ്പെടുന്ന ആൾക്കാരുണ്ട്, ഉദ്യമിക്കുന്ന ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് ചെയ്യുന്നൊരു പരിപാടി, അവിടെ വന്നിരുന്നിട്ട് അവരുടെ രീതിയിൽ ഒരു അന്വേഷിച്ച് നോക്കി വെച്ചിട്ട് ഇവിടെ ഏത് അരൂപിയാണ്, ഏത് പൈശാചിക സാന്നിധ്യമാണ് ഉപദ്രവം ഉണ്ടാക്കുന്നത് കണ്ടുപിടിക്കാൻ നോക്കുവർ. എന്നിട്ട് കണ്ടുപിടിച്ചിട്ട് ആ അരൂപി എന്താണ് ആവശ്യപ്പെടുന്നത്, എന്താണ് അതിൻ്റെ ഡിമാൻഡ് നോക്കും. അതനുസരിച്ച് ആ ഡിമാൻഡ് സാധിച്ചു കൊടുത്തുകൊണ്ട് ആ അരൂപി അവിടുന്ന് മാറ്റി, ഈ വ്യക്തിയിൽ നിന്ന് മാറ്റി, വീട്ടിൽ നിന്ന് മാറ്റി എവിടെയെങ്കിലും കൊണ്ട് കുടിയിരുത്താൻ നോക്കും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഒരു പ്രത്യേക മുറി സജ്ജീകരണം ഉണ്ടാക്കി, അല്ലെ ആ പറമ്പിൽ തന്നെ ഒരു പ്രത്യേക സംവിധാനങ്ങൾ ഉണ്ടാക്കി, അല്ലെ വല്ല മരത്തേലൊക്കെ കൊണ്ട് ആണിയടിച്ചോ അങ്ങനെയൊക്കെ കൊണ്ട് ഇരുത്തി അതിനാവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കും. അപ്പോൾ അവർ പറയും, ഇന്ന് മുതൽ നിങ്ങൾ ഇവിടെ വന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്തിരിക്കണം, എല്ലാ ആഴ്ചയും പ്രത്യേക ദിവസങ്ങളിൽ, എല്ലാ മാസത്തിലും പ്രത്യേക ദിവസം ഇന്ന കാര്യം ചെയ്തിരിക്കണം. അങ്ങനെ ചെയ്തുകൊണ്ട് പോകുമ്പോൾ ഇവിടെ ശല്യം മാറിക്കിട്ടും. അങ്ങനെ ശല്യം മാറ്റുകയാണ്. അപ്പോൾ പൈശാചിക അരൂപി എന്താണോ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ ബഹളം ഉണ്ടാക്കി, അസ്വസ്ഥ ഉണ്ടാക്കിയത്, ആ കാര്യം ചെയ്തു കൊടുത്തുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന ഒരു മേഖല പിശാചിനെ കൈകാര്യം ചെയ്യുന്നിടത്ത് പൊതുവേ നാട്ടിൽ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു മേഖല ശുശ്രൂഷ ചെയ്യുന്ന ഒരു അച്ഛനെ കുറിച്ച്, ഒരാളിനെ കുറിച്ച് ആൾക്കാർ പറയും പിശാചിനെ പിടിക്കുന്ന അച്ഛനാണ്. പക്ഷെ ബൈബിളിലേക്ക് നോക്കിയാൽ ഈശോ ഒരിക്കലും പിശാചിനെ പിടിക്കുന്നില്ല. നമുക്ക് ഈശോ നൽകിയിരിക്കുന്നത് പിശാചിനെ ബഹിഷ്കരിക്കാനുള്ള കൽപ്പനയാണ്, ഇതിനെ ഇറക്കി വിടാനായിട്ടാണ്. നമ്മൾ ഒരിക്കലും പിശാചിനെ പിടിക്കുന്നതല്ല, ഇറക്കി വിടുന്നവരാണ്, അത് മനസ്സിലാക്കണം. പക്ഷേ എന്തുകൊണ്ടാണ് അക്രൈസ്തവ മേഖലയിൽ ഇറക്കി വിടൽ അത്ര വിജയിക്കുന്നില്ലാത്തത്? പിശാചിനെ ഇറക്കി വിടണമെങ്കിൽ ഒന്നുകിൽ അതിനേക്കാൾ ശക്തി കൂടിയ ഒരു അരൂപി ഉപയോഗിച്ച് ഇറക്കി വിടാൻ പറ്റുള്ളൂ. അപ്പം അക്രൈസ്തവ മേഖല അങ്ങനെ ചെയ്യുന്നുണ്ട് ചിലപ്പോഴൊക്കെ. ഈ ഒരു അരൂപി ഇവിടെ കിടന്ന് ബഹളം വെക്കുമ്പോൾ, പ്രശ്നം ഉണ്ടാക്കുമ്പോൾ അതിനേക്കാൾ ശക്തി കൂടിയ മറ്റൊരു അരൂപിയുടെ സേവ എടുത്തുകൊണ്ട് ഇതിനെ ഇറക്കി വിടാൻ നോക്കും. പൈശാചിക മേഖല ശക്തി കൂടിയതും കുറഞ്ഞതും നമുക്ക് ഇവർ ചിന്തിക്കാം. അങ്ങനെ ഉള്ള ഇറക്കി വിടലും ഉണ്ട് ഈ അക്രൈസ്തവ മേഖലയിൽ. പക്ഷെ ക്രൈസ്തവ മേഖലയിൽ ഈശോ വ്യക്തമാക്കിയിട്ടുണ്ട്, ഞാൻ പരിശുദ്ധാത്മാവിനെ കൊണ്ടാണ് പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത്. അത് ദൈവരാജ്യം കടന്നു വരുന്നതിൻ്റെ അടയാളമാണ്, സാന്നിധ്യമാണ്, ശക്തിയാണ്. ഈശോയിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ടാണ് ഈശോയുടെ സാന്നിധ്യം വരുമ്പോഴേ പിശാചുക്കൾ അലറി വിളിക്കുന്നു, ബഹളം വെക്കുന്നു, ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുകയാണ് ചോദിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകാൻ, അല്ലെങ്കിൽ ഇന്ന പന്തികളിലേക്ക് ഇറക്കി വിടാവോ, അങ്ങോട്ട് പോകണമെങ്കിൽ കെഞ്ചുന്ന അവസ്ഥ കിടക്കുന്നത്. അങ്ങനെ ഇറക്കി വിടാൻ സാധിക്കണമെങ്കിൽ ഈ പിശാചുക്കളുടെ അവകാശം തീർക്കണം. എന്താണ് അവൻ്റെ അവകാശം? ഒരു വ്യക്തിയിലോ ഒരു വീട്ടിലോ ഒരു പറമ്പിലോ ഏതെങ്കിലും പൈശാചി അരിവെടുക്കുന്നത് കളിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്ന വിവരം വരുന്നുണ്ടെങ്കിൽ അവർക്ക് അങ്ങോട്ട് കടന്നു കയറാൻ അവിടെ അങ്ങനെ ആയിരിക്കാൻ ഒരു പഴുത് കിട്ടിയിട്ടുണ്ട്, ഒരു പ്രവേശന മാർഗം കിട്ടിയിട്ടുണ്ട്, ഒരു പഴുത്. അതല്ല എങ്കിൽ അവരുടെ അവകാശങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. അവന് ഈ വ്യക്തിയുടെ മേലെ, ഈ വീടിൻ്റെ മേലെ, ഈ കുടുംബത്തിന് മേലെ ചില അവകാശം കിട്ടിയിട്ടുണ്ട്. അവകാശം എന്താണ്? പിശാചിൻ്റെ അവകാശം പാപത്തിൻ്റെ പ്രവൃത്തികളാണ്. ഈ വ്യക്തികൾ ആരെങ്കിലും, ഈ വ്യക്തി പാപം ചെയ്യുന്നു, പിശാചിനെ വിളിക്കുന്നു, തന്നെ തുറന്നു കൊടുക്കുന്നു,
അല്ലെ പിശാചിനെ വിളിച്ച് ആ വീട്ടിലെ പറമ്പിനെ കൊണ്ട് ഇങ്ങനെ ഇരുത്താനായിട്ട് സഹകരിക്കുന്നു. അങ്ങനെ വരുമ്പോഴാണ് അവന് അവകാശം കിട്ടുന്നത്. ആ അവകാശം തീരാതെ അവനോട് ഇറക്കി വിടാൻ പറ്റുകയില്ല. അതാണ് പൊതുവെ പറയുമ്പോൾ അവകാശം തീരാതെ നമുക്ക് പരിശുദ്ധാത്മ ശക്തി കൊണ്ട് വേണേ ഒറ്റ ആജ്ഞ കൊടുത്ത് ഇറക്കി വിടാൻ പറ്റിയെന്ന് വരും. അങ്ങനെ ഇറക്കി വിട്ടാൽ തന്നെ സംഭവിക്കാനുള്ളൊരു അപകട സാധ്യത പിന്നെ അവശേഷിക്കുന്നത് ഈ അരുവി പിന്നെ അവിടെ തിരിച്ചു കയറാൻ നോക്കും. അതാണ് ഈശോ പറയുന്ന മത്തായി 12, 43, 44, 45 വാക്യങ്ങളിൽ അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയിട്ട് വീണ്ടും തിരിച്ചു കയറാൻ നോക്കുന്നു. അപ്പോൾ ആളൊഴിഞ്ഞ് കിടക്കുന്നത് കാണുമ്പോൾ തന്നേക്കാൾ ദുഷ്ടനായ 7 കൂടെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവിടെ വീണ്ടും പ്രവേശിച്ച് വാസം ഉറപ്പിക്കുന്നു. അങ്ങനത്തെ ഒരു അപകടമുണ്ട്. അതുകൊണ്ട് പൂർണ്ണമായ രീതിയിൽ സുവിശേഷ അനുസൃതമായ ബഹിഷ്കരണ ശുശ്രൂഷ എന്ന് പറയുന്നിടത്ത് പിശാചിൻ്റെ അവകാശമായ പാപങ്ങളെയും വെറുപ്പുകളെയും അവൻ്റെ മറ്റ് ആഭിചാരകർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് അതിനെല്ലാം ദൂരെ കളഞ്ഞിട്ട് മാറ്റി ശുദ്ധീകരിച്ചിട്ട് പിശാചിൻ്റെ അരുവിയെ ഇറക്കി വിടുന്ന പ്രക്രിയയാണ്. അതുകൊണ്ടാണ് ഈശോ സുവിശേഷം പ്രസംഗിച്ച് ആരംഭിച്ചപ്പോൾ പറഞ്ഞത് അനുദപിക്കുവേ, അനുദപിച്ച് സുവിശേഷത്തിലേക്ക് വന്നേ. മാംസം പൊങ്ങാൻ വരുമ്പോഴും സഭ ചോദിക്കും, ആഗ്രഹിക്കുന്നുണ്ടോ പിശാചിനടുത്ത് വിട്ടുമാറാൻ? പാപവും പാപവർക്കും ഉപേക്ഷിക്കുന്നു, ഈശോ രക്ഷനെ സ്വീകരിക്കുന്നു. പാപവും പാപവർക്കും ഉപേക്ഷിച്ചെങ്കിലേ ആ വിടുതലേക്ക് വരാനായിട്ട് പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. പിശാചിനെ പിടിക്കുകയല്ല നമ്മുടെ പരിപാടി. പിശാചിൻ്റെ അവകാശങ്ങൾ പാപത്തിൻ്റെ പ്രവർത്തിയപ്പോൾ ഈശോയുടെ കുരിശിലെ പരിപാടിയായിട്ട് നശിപ്പിച്ചു, തീർത്തു, ദൂരീകരിച്ചു. ആ രക്ഷയിലേക്ക് ചേർന്ന് വന്നുകൊണ്ടും അവൻ്റെ പിശാചിൻ്റെ പ്രവൃത്തികൾ പാവം വഴി വന്നു കയറിയതിനെ അനുദപിച്ചേറ്റ് പറഞ്ഞ് അത് ഈശോയ്ക്ക് ഏറ്റെടുക്കാനായിട്ട് അവസരം കൊടുത്തുകൊണ്ട് നമ്മൾ വരുമ്പോൾ പിശാചിൻ്റെ സാരം നമ്മളിൽ നിന്ന് ബഹിഷ്കൃതമാവുകയാണ്. അതാണ് ബോധോച്ചാടനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ.